മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 18-ാമത്തെ അധ്യായത്തിന്റെ 31 മുതലുള്ള തിരുവചന ഭാഗങ്ങളില് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ഈശോനാഥൻ പിതാവിനാൽ ഐക്യപ്പെട്ടു എന്നും കുരിശുമരണവും സഹനവും അവിടുന്ന് ഏൽക്കേണ്ടി വരുമെന്നും എന്നാൽ 3-ാം ദിവസം അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്നുമൊക്കെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. അവിടുന്ന് വ്യക്തമായിട്ട് ശിഷ്യന്മാരോട് പറയുന്ന കാര്യം, താൻ പിതാവിനാൽ ഐക്യപ്പെട്ടവനാണ്. അയച്ച പിതാവിന് ഒരു ലക്ഷ്യമുണ്ട്, അത് നിറവേറ്റുക എന്നുള്ളതാണ് എന്റെ ദൗത്യമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് പിതാവായ ദൈവം അയച്ചു എന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ടായിരുന്നു. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ട ഏറ്റവും വലിയ ബോധ്യവും ഇതുതന്നെയാണ്. നമ്മളെ ഓരോരുത്തരെയും ദൈവമാണ് ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. നമുക്ക് നിറവേറ്റുവാനായിട്ട് ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം നമ്മൾ ഓരോരുത്തരും നിർവഹിക്കുമ്പോൾ അവിടെ സഹനങ്ങളുണ്ടാവാം, അവിടെ കഷ്ടപ്പാടുകളുണ്ടാവാം, അവിടെ ദുരിതങ്ങളുണ്ടാവാം, അവിടെ രോഗങ്ങളുണ്ടാകാം, തകർച്ചകളുണ്ടാകാം, കടബാധ്യതകളുണ്ടാകാം, സങ്കടങ്ങളുണ്ടാകാം, മുറിപ്പാടുകൾ ഏറ്റുവാങ്ങേണ്ടി വരുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സങ്കടങ്ങളും സഹനങ്ങളും കഷ്ടപ്പാടുകളും മുറിപ്പാടുകളും വേദനകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ദൗത്യ നിർവഹത്തിനിടയിൽ കടന്നു വരുമ്പോൾ നമ്മൾ ആരും നിരാശപ്പെടരുത്, നമ്മൾ ആരും സങ്കടപ്പെട്ട് മാറി നിൽക്കരുത്, നമ്മുടെ ദൗത്യം നമ്മൾ ഉപേക്ഷിച്ച് പോകരുത്. ഉപരിയായിട്ട് ദൈവമാണ് എന്നെ നിയോഗിച്ചത് എന്നുള്ള ബോധ്യം ഹൃദയത്തിൽ സ്വീകരിക്കുക. ദൈവമാണ് നിന്റെ ജീവിതത്തിൽ നിന്റെ ഉത്തരവാദിത്വം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എങ്കിൽ ആ ഉത്തരവാദിത്വ നിർവഹണത്തിന്റെ ഇടയിൽ എന്തെല്ലാം സഹനങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും കടന്നു വന്നാലും അതിനെല്ലാം മാറ്റി നിനക്കൊരു ഉയർപ്പ് ദൈവം തരും. ഈശോ പറയുന്നതാ, കഷ്ടപ്പാടുണ്ട്, സഹനമുണ്ട്, കുരിശുമരണമുണ്ട്, ഇതൊക്കെ ഞാൻ ഏറ്റെടുക്കണം, കാരണം പിതാവ് എന്നെ അതിനാണ് ഈ ലോകത്തിലേക്ക് അയച്ചത്. പക്ഷേ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. സഹനങ്ങളൊന്നും ഇവിടം കൊണ്ട് തീരുന്നില്ല പ്രിയപ്പെട്ടവരെ, കഷ്ടപ്പാടുകളൊന്നും ഇവിടം കൊണ്ട് തീരുന്നില്ല. ഉപരിയായിട്ട് അതിൽ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് ദൈവം തരും. ആർക്കാ ഈ ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കുന്നത്? പിതാവാണ് എന്നെ അയച്ചിരിക്കുന്നതെന്നുള്ള ബോധ്യമുള്ളവർക്ക്. അയച്ച ദൈവം സഹനങ്ങളും സങ്കടങ്ങളും കണ്ണുനീരും അനുവദിച്ചാലും ഉയർപ്പ് നൽകുമെന്നുള്ള വിശ്വാസമുള്ളവർക്ക് അവിടുന്ന് തീർച്ചയായിട്ടും ഉയർപ്പ് നൽകും. നിന്റെ ജീവിതത്തിൽ ഈ നോമ്പ് കാലത്തിൽ നീ തിരിച്ചറിയുക, നീ ജീവിതത്തിന്റെ ഉത്തരവാദിത്വങ്ങളുടെ നിർവഹണത്തിനിടയിൽ, അതൊരുപക്ഷെ നിന്റെ കുടുംബജീവിതത്തിലുള്ള ഉത്തരവാദിത്വങ്ങളുടെ നിർവഹണമായിരിക്കാം, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലുള്ള ഉത്തരവാദിത്വങ്ങളുടെ നിർവഹണമായിരിക്കാം, സമൂഹത്തിലുള്ള ഉത്തരവാദിത്വങ്ങളുടെ നിർവഹണമായിരിക്കാം. എവിടെയായിരുന്നാലും അതിൽ സങ്കടങ്ങളുണ്ടാകും, വേദനകളുണ്ടാകും, കഷ്ടപ്പാടുകളുണ്ടാകും. ഈ വേദനകളുടെയും ഈ കഷ്ടപ്പാടുകളുടെയും നടുവിൽ ദൈവം, നീ അത് സന്തോഷത്തോടെ ഏറ്റെടുത്താൽ നിന്റെ ജീവിതത്തിന് ഒരു ഉയർപ്പ് നൽകും, നിന്നെ ദൈവം അനുഗ്രഹിക്കും, കൈവിടുകയില്ല അവിടുന്ന്. ഈ ഒരു ബോധ്യം ഹൃദയത്തിൽ സ്വീകരിക്കാം. കരങ്ങളെ യാചനയോടെ പിടിച്ച നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ കഷ്ടപ്പാടുകളിലേക്ക്, ഇവരുടെ കുറവുകളിലേക്ക്, ഇവരുടെ ഇല്ലായ്മകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലുകയും ഇവരെ ഓരോരുത്തരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് സർവ്വ തിന്മകളെയും ബന്ധനങ്ങളെയും കെട്ടുകളെയും പിശാചിന്റെ ഉപദ്രവങ്ങളെയും നാരകീയ ശക്തികളെയും പൈശാചിക ശക്തികളെയും ദിവ്യകാരുണ്യത്താൽ ബന്ധിച്ചു നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. എല്ലാ തിന്മകളും വിട്ടുമാറട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ദുരാത്മശക്തികൾ മാറിപ്പോകട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.